അമേരിക്ക ഏകാധിപത്യ ഭരണത്തിലേക്ക് പോവുകയാണോ? ഇതാണ് പ്രധാനമായും അമേരിക്കക്കാർ നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് ഈ ചോദ്യം അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് നിലവിൽ തിരഞ്ഞെടുപ്പ് നിരോധിക്കാനുള്ളൊരു നീക്കം അമേരിക്കയിൽ നടത്തുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഡൊണാൾഡ് ട്രംപ് അങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റായി ചൈനയുടെ പ്രസിഡന്റായിട്ടുള്ള ഷീ ജിൻപിങ്ങിനെ പോലെ, റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാദിമിർ പുതിനെ പോലെ അജയ്യനായി ഇനി വിരാജിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്ത് വോട്ടിംഗ് മെഷീനുകൾ വഴി വോട്ട് ചെയ്യുന്നത് നിർത്താൻ പോകുന്നു. ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിനെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ഇമെയിൽ വഴി വോട്ട് ചെയ്യുന്നത് നിരോധിക്കുന്നതിനെക്കുറിച്ചും ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. USA-ലെ EVM-കളുടെ നിരോധനത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞു. വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യപ്പെടാം, തിരഞ്ഞെടുപ്പിൽ ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മുഴുവൻ കാര്യത്തിലും ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ട്രംപ് പോസ്റ്റ് എഴുതി. ഇതിനുശേഷം 2026-ലെ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകളും ഇമെയിൽ വോട്ടിങ്ങുകളും നിരോധിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പിനെ തന്നെ സമ്പൂർണ്ണമായും റദ്ദാക്കി ട്രംപിന് അമേരിക്കയുടെ ഏകാധിപതിയായി വിരാജിക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ തുടക്കമാണ് എന്നാണ് പല ആൾക്കാരും ഇപ്പോൾ അമേരിക്കയിൽ തന്നെ പറയുന്നത്. തിങ്കളാഴ്ച ട്രൂത്തിൽ സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്തത് USA-ലെ EVM-കളുടെ നിരോധനത്തെക്കുറിച്ച് സംസാരിക്കുകയും മെഷീനുകൾ ഉപയോഗിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ തട്ടിപ്പുണ്ടാകുമോ എന്ന ഭയം പ്രകടമാക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇതുവരെ അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരമൊരു തട്ടിപ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. ട്രംപിന് ഇത്തരത്തിലൊരു ചിന്ത ഇപ്പോൾ വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് തന്നെ സമ്പൂർണ്ണമായി നിരോധിക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തിൻ്റെ തുടക്കമാണ്. ഡെമോക്രാറ്റുകൾ ഇമെയിൽ ബാലറ്റിലൂടെ വോട്ട് ചെയ്യുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് നമുക്ക് പറയാം. മറുവശത്ത് മെയിൽ ഇൻ വോട്ടിംഗ് തിരഞ്ഞെടുപ്പിനെ തടസ്സപ്പെടുത്തുമെന്ന് ട്രംപും റിപ്പബ്ലിക്കന്മാരും ഭയപ്പെടുന്നു. വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു. സോഷ്യൽ മീഡിയയിലെ തൻ്റെ പോസ്റ്റിൽ ട്രംപ് എഴുതിയത്, ഞാനൊരു പ്രചാരണം ആരംഭിക്കാൻ പോകുന്നു. അതിൽ മെയിൽ ഇൻ ബാലറ്റുകളും വളരെ കൃത്യതയില്ലാത്തതും വിലയേറിയതും ഗുരുതരമായ വിവാദപരവുമായിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളും ഒഴിവാക്കാൻ ഞങ്ങൾ ശ്രമിക്കും. വോട്ടർമാർക്ക് ചെയ്ത പേപ്പറിനേക്കാൾ 10 മടങ്ങ് വില കൂടുതലാണ് ഈ വോട്ടിംഗ് മെഷീനുകൾ. പേപ്പർ വഴി നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ വേഗതയേറിയതും സംശയരഹിതമായിരിക്കുമെന്നാണ് നിലവിൽ ട്രംപ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.